ഇന്ന് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണ് കളിയരങ്ങ് എന്ന് പറയുന്ന ഒരു ടാസ്ക്. മൂന്നാമത്തെ ടാസ്ക് ആണിത്. അപ്പോൾ ഈ ടാസ്കിൽ പെർഫോമൻസ് ആണ്. ഡാൻസ്, പാട്ട്, സ്കിറ്റ് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 6 പേർക്കും അവർ തിരഞ്ഞെടുത്ത ടീം അംഗങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണം. 6 മിനിറ്റ് സമയത്തിനുള്ളിൽ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ട് ചെയ്തോണം. അതായത് വളരെ കുറച്ച് ടൈമിനുള്ളിൽ വേണം ഇത് ചെയ്യാൻ. വേറെ പാട്ടും കൂത്തും ഒന്നും ബിഗ് ബോസ് കൊടുക്കത്തില്ല. എല്ലാം അവർ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. വളരെ പരിമിതമായ ടൈമിനുള്ളിൽ പൂർത്തിയാക്കണം. അങ്ങനെയായിരുന്നു ടാസ്ക്. അത്യാവശ്യം എല്ലാവരും ഒക്കെ ട്രൈ ചെയ്തെങ്കിലും ഏറ്റവും നന്നായിട്ട് കളിച്ചു എന്ന് എനിക്ക് തോന്നിയത് അക്ബർ അനു. അടിപൊളി കോംബോ ആയിരുന്നു. അവർ നന്നായിട്ട് തന്നെ രണ്ടുപേരും ചെയ്തു കേട്ടോ. അക്ബറും അനുമോളും നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ അനീഷിന്റെ ടീം ഉണ്ടല്ലോ, അതായത് നൂറ, ആദില, നമ്മുടെ ശൈത്യ വളരെ നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. ബിന്നി, ശരത്ത് വളരെ നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ളവരൊക്കെ ഒരു ആവറേജ് പെർഫോമൻസ് ആണ്. ബിന്നി, ശരത്ത് പാടിയാണ് ഡാൻസ് കളിച്ചത്. അതിൻ്റെ ഒരു പോരായ്മ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും ഓവറോൾ നോക്കുമ്പോൾ ഓക്കെ ആയിരുന്നു. എന്നിരുന്നാലും അനുമോൾ, അക്ബർ അത്യാവശ്യം നന്നായിട്ട് ചെയ്തു. അതുപോലെ അനീഷിന്റെ ടീം നന്നായിട്ട് ചെയ്തു. ഇവരും ഓക്കെ എന്ന് പറയാവുന്ന നല്ലൊരു പെർഫോമൻസ്. ബാക്കിയുള്ളവരൊക്കെ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ്. നമ്മുടെ ജിസയിലും ആര്യനും റൊമാൻറ്റിക് ആയിട്ടൊക്കെയാണ് വന്നതെങ്കിലും പക്ഷെ അത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു വാവ് ഫാക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്താ ലൈവിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര അടിയാണ്. ആരാണ് ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത്, നാലാമത് എത്തിയത് എന്നുള്ള ഡിസിഷൻ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടി നടക്കുകയാണ്. ഈ 6 പേരുമാണ് ജഡ്ജസ് ആയിട്ടിരിക്കുന്നത്. അവരുടെ ടീമുകൾ കളിച്ചു. ഇനി 6 പേരും ചേർന്ന് തീരുമാനിക്കണം റാങ്കുകൾ. ആരും വിട്ടുകൊടുക്കില്ല. കാരണം എല്ലാവരുടെയും ബിഗ് ബോസ് വീട്ടിലെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ വഴക്കാണ് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിസൾട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള അപ്ഡേറ്റുമായി വീണ്ടും വരാം.